കൊയ്ത്ത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും നെല്ല് സംഭരണം ആരംഭിച്ചിട്ടില്ല. മില്ലുടമകളുടെ നിഷേധാത്മക നിലപാടാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കൃഷിമന്ത്രി പറഞ്ഞു. സംഭരണം വൈകുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. 1.5 മാസം മുൻപ് കൊയ്ത്ത് കഴിഞ്ഞതാണ്. നെല്ല് സംഭരണം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മില്ലുടമകളുമായുള്ള ചർച്ച ഇപ്പോഴാണ് പുരോഗമിക്കുന്നത്. 100 കിലോ നെല്ലിൽ നിന്നും 68 കിലോ അരിയുടെ പണം കർഷകർക്ക് നൽകണമെന്നാണ് കേന്ദ്ര മാനദണ്ഡം. 64.5 കിലോ അരിയെ ലഭിക്കൂവെന്നാണ് മില്ലുടമകൾ പറയുന്നത്. 66.5 കിലോ അരിയെങ്കിലും കണക്കാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും മില്ലുടമകൾ സമ്മതിക്കുന്നില്ല. മില്ലുടമകൾ അനാവശ്യ വാശി കാണിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. മില്ലുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇപ്രാവശ്യം അവർ കുറച്ചുകൂടി കടുപ്പിക്കുകയാണ് ചെയ്തതെല്ലാം. വളരെ പോസിറ്റീവായി തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടും അവർ ഒരു നിഷേധാത്മകമായ സമീപനം ചില മില്ലുകൾ സ്വീകരിക്കുന്നുണ്ട്. 64 കിലോയായി കണക്കാക്കുന്നത് തങ്ങൾക്ക് നഷ്ടമാകുമെന്ന് കർഷകർ പറയുന്നു. അപ്പം നിർബന്ധിതമായിട്ട് നമ്മളത് നഷ്ടം സഹിച്ചുകൊണ്ട് തന്നെ ഓപ്പൺ മാർക്കറ്റിലേക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥ എത്തി. ഒരു 75% ആൾക്കാരും കൊടുത്തുപോയി. മില്ലുടമകളുമായി സർക്കാർ നേരത്തെ ധാരണയിലെത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കർഷകർ ആരോപിക്കുന്നു. ഈ സംഭരണം ഇന്നിപ്പോൾ നടത്തണം എന്ന് കാലേക്കൂട്ടി നമുക്ക് തീരുമാനിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് നമ്മൾ വിത്തിറക്കുമ്പോൾ തന്നെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇന്ന സമയത്ത് ഞങ്ങൾക്ക് കൊയ്ത്താവും എന്ന് ഞങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഒരു കാലത്തും ഇത്രയും ഡിലേ ഉണ്ടായിട്ടില്ല. മഴ പെയ്യുന്നതോടെ നെല്ല് സംഭരിച്ചു വെക്കാൻ കഴിയാത്തതിനാൽ സപ്ലൈകോ വഴിയല്ലാതെ കുറഞ്ഞ വിലയ്ക്ക് സ്വകാര്യ മില്ലുകൾക്ക് നെല്ല് വിൽക്കുന്ന കർഷകരുമുണ്ട്. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.